ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങോട്ട്? മഴ തകർക്കുവാണോ? ഇങ്ങോട്ടും നല്ല അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇപ്പം മഴ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ബോഡി മൊത്തം സ്ക്രബ് ചെയ്യാനും ഫേസ് നല്ല സ്ക്രബ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. നിങ്ങളിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് നോക്കൂ. നമ്മുടെ മുഖം നല്ല സോഫ്റ്റ്. ഇപ്പം ഞാൻ തേച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. മുഖം തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല തിളക്കം തന്നെയുണ്ട്. അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു ടിപ്പാണ്. വളരെ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാട്ടെ. നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ടൊക്കെ ഒന്ന് പറ. ഈ വീഡിയോസിൽ ഞാനുണ്ടല്ലോ എൻ്റെ വീട്ടിൽ വിശേഷം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വിശേഷങ്ങൾ കാണാം, എന്നിട്ട് നമുക്ക് ഈ ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് വലിയ തിരക്കൊന്നുമില്ലേ, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു കാപ്പി കലത്തിൽ ഞാനിന്ന് ചോറ് വെച്ചേക്കണത്. നമുക്ക് തലേദിവസത്തെ ചോറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളത് തിളപ്പിച്ച് കഴിച്ചിടും. ഇത് വാവയ്ക്കും ചേട്ടായിക്കുള്ള ചോറാടി ചെറിയൊരു കാലത്ത് വെച്ചേക്കണത്. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ നല്ലൊരു മെഴുക്കോട്ട് ഉണ്ടാക്കിയായിരുന്നു. പിള്ളേർക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു മെഴുക്കോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് വലിയ എണ്ണ ചിലവൊന്നുമില്ല കേട്ടോ. കണ്ടോ, കുറച്ച് എണ്ണയിൽ മാത്രം അങ്ങ് ഇളക്കി അങ്ങ് എടുത്തേക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് വേണം. ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തത്, അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കണത്. അത് നല്ല ഒരു തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല വൃത്തി കഴുകിയത് മാറ്റി വെച്ചു. എന്നിട്ട് അടുപ്പത്ത് പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിലോട്ട് പാകത്തിന് ഉപ്പുപൊടി ഇടുക, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഇടുക. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. പക്ഷേ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കാതെ നോക്കണേ. അപ്പം ഞാനിത് അടുപ്പിൽ വെച്ചതുകൊണ്ട് എനിക്ക് തീക്കനൽ മാത്രം മതി കേട്ടോ. വിറകൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ആ തീക്കനലിൽ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കണ്ടോ, കുഴഞ്ഞു പോകാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. കാരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കറി കഴിക്കാൻ. കേടാവത്തൊന്നുമില്ല. വൈകുന്നേരം വരെ കേടാവാതിരുന്നോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചു. പിന്നെ ഞാൻ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുകയാണ്. അപ്പോൾ തലേ ദിവസത്തെ കപ്പ ഇറച്ചിയൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെയുള്ളവർ അതൊക്കെ കഴിച്ചോളൂ കേട്ടോ. പക്ഷേ പിള്ളേർ കപ്പയൊന്നും കഴിക്കില്ല. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം രാവിലെ ചോറ് കഴിച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ എനിക്കും അത് തന്നെയാണ് പണി എളുപ്പം. പക്ഷേ ഇന്നലത്തെ ഇറച്ചിക്കറി ഉള്ളത് കൊണ്ട് ഞാൻ അവർക്ക് ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചു. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് ശേഷം അങ്ങ് പരത്തി അങ്ങ് എടുത്തിട്ടോ. പിന്നെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ലേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ വേറെ ചാറുകറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നലത്തെ കറി ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു. പക്ഷേ അവർക്ക് ചുട്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ അവർ ഒരു ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളേ. ചോറാണെങ്കിൽ ഉണ്ടല്ലോ വയറ് നിറച്ച് കഴിച്ചേനെ. അവർ കഞ്ഞിയായിട്ട് കുടിക്കുമല്ലേ, അപ്പോൾ വയറ് നിറച്ച് കഴിച്ചേനെ. അപ്പോൾ ഇത് തലേ ദിവസത്തെ കറിയാണ്. അത് ഞാൻ ഇച്ചിരി കടുകൊക്കെ പൊട്ടിച്ച കറി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ ഈ കറി നമുക്ക് വൈകുന്നേരം വരത്തേക്കുണ്ടേ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരിയല്ലേ കഴിക്കുള്ളൂ. പിള്ളേർ ചാറ് കൂട്ടിയാൽ ചപ്പാത്തി കഴിക്കുള്ളൂ കേട്ടോ. കഷ്ണം അങ്ങനെയൊന്നും കഴിക്കത്തില്ല. അങ്ങനെ എല്ലാ കറികളും എല്ലാം റെഡിയായി. അതിൻ്റെ കൂടെ കുളിക്കാനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെള്ളമൊക്കെ വെച്ച് അവരൊക്കെ കുളിച്ച് നേരെ അവർ സ്കൂളിലോട്ട് പോകാൻ തയ്യാറായേ. ഇനി ഉണ്ണിക്കുട്ടൻ കരഞ്ഞൊന്നും ഇല്ല കേട്ടോ. മെടുക്കാനായിട്ട് എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. കണ്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ ചിരിച്ചതാണ്. അങ്ങനെ അവന്മാരെ കൊണ്ടുവിടാനായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വാവയുള്ളപ്പം എനിക്കങ്ങനെ കൊണ്ടുവിടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ, കുഞ്ഞാറ്റ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉണ്ണിക്കുട്ടനും കുഞ്ഞാറ്റനും സ്കൂൾ വരെ കൊണ്ടുവിട്ടു. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ തോട്ടിൽ എങ്ങനെ വെള്ളം അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ മതിലിൻ്റെ പൊക്കത്തൊന്ന് കയറി നോക്കിയതാണ്. പക്ഷെ അങ്ങനെ അത്യാവശ്യം വെള്ളമൊന്നും ആയിട്ടില്ല. എന്നാലും നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ ഇതൊക്കെ വെള്ളം എങ്ങോട്ടാണ് പോയേക്കണൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോടൊക്കെ കണ്ടോ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ വീട്ടിലിട്ടങ്ങ് പോകുന്നു കേട്ടോ. നമുക്ക് വേഗം തന്നെ ആ ബോഡി സ്ക്രബ് ഉണ്ടാക്കിയാലോ. പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനിതാ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ചൂടാക്കി എടുക്കണേ, നന്നായിട്ടങ്ങ് കരിച്ചെടുക്കണേ. അപ്പോൾ ചെറിയ ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ചൂടാക്കി അങ്ങ് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന്
കറുത്ത് കിട്ടണേ. അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒന്നോടൊന്ന് കരിച്ചെടുക്കട്ടെ. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു സ്പൂൺ അളവിൽ ഞാനിതാ മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു സ്പൂൺ അളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ്. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന കാപ്പിപ്പൊടിയാട്ടോ. അതും അതേ അളവിൽ തന്നെ എടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു സ്പൂൺ കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ തേന് തീരാറായിട്ടിരിക്കുകയാണ്, ഏത് സമയത്തും തീരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിക്കുകയാണ്. ഇത് മതിയേ, നമുക്ക് നോക്കാം എത്ര. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് തേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ കറക്റ്റ് രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പാക്ക് ഉണ്ടല്ലോ സ്ക്രബായിട്ടും ഫേസ് പാക്കായിട്ടും ഒക്കെ നമ്മുടെ മുഖത്തങ്ങ് തേക്കാവുന്നതാണ്. അപ്പം ഞാനിത് മുഖത്ത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് വരെ മുഖത്തങ്ങ് വെച്ചതിന് ശേഷം നല്ലവണ്ണം അങ്ങ് സ്ക്രബ് ചെയ്താണ് കഴുകിക്കളയുന്നത്. ഒരു 10 മിനിറ്റ് മാത്രമേ വെക്കുള്ളൂ കേട്ടോ. ബോഡി മൊത്തം, നമ്മുടെ ശരീരം മൊത്തം നമുക്ക് തേക്കാവുന്നതാണ്. കഴുത്തിലും കാലിലൊക്കെ തേക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലത്തെ സ്ക്രബ്, ഇതുപോലത്തെ പാക്കൊക്കെ നിങ്ങൾ തേക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന, അതായത് നമ്മുടെ ഈ കൈകളിലൊക്കെ കാണുന്ന തരിതരിപ്പ് ഉണ്ടാവില്ലേ, ഈ കുഞ്ഞു കുഞ്ഞു തരികൾ പോലെ ഉണ്ടാവില്ലേ, എൻ്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. എന്താ ചില ആൾക്കാരുടെ കൈ കണ്ടിട്ടുണ്ട്, ഇതിവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുരുക്കൾ പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ബോഡി സ്ക്രബൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ നല്ലവണ്ണം ഒന്ന് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും മുഖം നല്ല വൃത്തിയിൽ നിന്ന് കഴുകിയിട്ട് വരാം. കഴുകിയതാണ്, ഒന്നും കൂടി ഒന്ന് മുഖം നനച്ചിട്ട് വരാം, എന്നിട്ട് വേണം തേച്ച് കൊടുക്കാൻ കേട്ടോ. ഈ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാതെ ഇപ്പോൾ ചുണ്ടിൽ പറ്റിയൊന്നും കുഴപ്പമില്ല കേട്ടോ. ചുണ്ടിന് ചുറ്റുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഒരു പാക്ക് നല്ലതാണ്. ഇച്ചിരി കൂടെ തേന് വേണമെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി കൂടെ തേനൊന്ന് മിക്സ് ചെയ്തിട്ട് വരാതെ. കണ്ടിപ്പോൾ കറക്റ്റായിട്ട് തേക്കാൻ പറ്റിയേ. നേരത്തെ തേച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു മുഖത്തങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് കുഴപ്പമില്ല കേട്ടോ. നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം സ്ക്രബ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മതിയേ. മുഖത്ത് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ കാണുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇത് ഇവിടെ കാണുന്നതൊക്കെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടാവുമല്ലോ, വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. ഒരുപാട് മുഖക്കുരുള്ളവർ ഒരു കാരണവശാലും സ്ക്രബ് ചെയ്ത് കഴുകിക്കളയണ്ട കേട്ടോ. കാരണം മൂക്കുള്ളതൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കരിച്ചാട്ട് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒരു മഞ്ഞളിൻ്റെ ഒരു അംശം പോലും മുഖത്ത് കാണത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത്രയും മഞ്ഞൾപ്പൊടി എടുക്കാൻ പറ്റുമോ? മുഖമൊക്കെ മഞ്ഞളിച്ചുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കരിച്ചിട്ടെടുത്താൽ മതി. നല്ല തരികളുണ്ട് കേട്ടോ. സ്ക്രബ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഞാനിതാ സ്ക്രബ് ചെയ്തൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഒരു 10 മിനിറ്റ് മുഖത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖത്ത് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ പതുക്കെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന്
സ്ക്രബ് ചെയ്യുക. ഇതുവാടെ ഇനി നമുക്കിതാ കുറച്ച് മാറ്റാം കേട്ടോ. ഓക്കെ, മുഖത്ത് ക്ലീനായി നോക്കിക്കേ. കണ്ടോ, ഒരു മഞ്ഞ കളർ പോലും മുഖത്തില്ല കേട്ടോ. ശരിക്കും ഒന്നുകൂടെ കഴുകിയിട്ട് വരാവേ. ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ്നെസ് നമുക്ക് മുഖത്ത് തോന്നുന്നുണ്ട്. ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ സ്ക്രബ് ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ മുഖത്തായാലും കഴുത്തിലായാലും കൈകളിലും കാലിലും ബോഡി മൊത്തമൊക്കെ നമുക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതിനൊപ്പം തന്നെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. ടാൻ ഉണ്ടെങ്കിലും മാറാനും പറ്റിയ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ടിപ്സും നമ്മുടെ വീട്ടുവിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.